നമസ്കാരം. കിട്ടിയതൊന്നും പോരാ പോരാ എന്ന തോന്നലാണ് പാകിസ്ഥാൻകാർക്ക്. അതുകൊണ്ടാണ് ബംഗ്ലാദേശ് വിഷയത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയെ ചൊടിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ബംഗ്ലാദേശിനെ തൊട്ടാൽ ഇന്ത്യയെ നശിപ്പിക്കുമെന്നാണ് പാകിസ്ഥാന്റെ ഭീഷണി. എന്നാൽ ആ ഭീഷണിയുമായി എത്തുന്ന പാകിസ്ഥാൻ ഇന്ത്യയും ഇന്ത്യയുടെ പകപോക്കൽ പാരമ്പര്യത്തെയും മറന്നുപോകരുത്. ഇന്ത്യയെ പകൽഗ്രാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ നൽകിയ തിരിച്ചടി വെറും തിരിച്ചടിയായിരുന്നില്ല, പാകിസ്ഥാനെ അടപടലം തകർക്കുന്ന നടപടി കൂടിയായിരുന്നു. ഇപ്പോ അതാ ബംഗ്ലാദേശിന്റെ മണ്ണിൽ യുഎസ് ഭീകരർക്ക് വളരാൻ അവസരം നൽകുകയാണ്. ബംഗ്ലാദേശിൽ തുടർച്ചയായ ആക്രമണങ്ങൾ നടക്കുകയും രാജ്യത്തിന്റെ വിശ്വാസ്യത തന്നെ തകർന്നു തരിപ്പണമായി. ശിക്ഷിക്കപ്പെട്ട ഭീകരവാദികളെ ഇടക്കാല സർക്കാർ വിട്ടയച്ചു. ഇതോടെ ഭീകരർ ഭരണത്തിൽ പിടിമുറുക്കിയിരിക്കുകയാണ്. പാകിസ്ഥാനെ കൂട്ടുപിടിച്ച് ഇന്ത്യക്കെതിരെ ശത്രുതാപരമായ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുകയും ഭീകരതയ്ക്ക് കുട ചൂടുകയുമാണ് ബംഗ്ലാദേശും യൂനിസിന്റെ ഇടക്കാല സർക്കാരും ചെയ്യുന്നത്. ഇന്ത്യക്കെതിരായ ഭീഷണി മുഴക്കി പാകിസ്ഥാൻ മുസ്ലിം ലീഗ് യുവജന വിഭാഗം നേതാവ് കമ്രാൻ സൈദിൽ ഉസ്മാനി രംഗത്തെത്തിയിരിക്കുകയാണ്. ബംഗ്ലാദേശിനു നേർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ പാകിസ്ഥാന്റെ സൈന്യവും മിസൈലുകളും പ്രതികരിക്കുമെന്നാണ് കമ്രാൻ വ്യക്തമാക്കിയത്. പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ സൈനിക സഖ്യം വേണമെന്നാണ് ആവശ്യവും. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പാർട്ടിയാണ് PML. ഇതിന്റെ യുവജന വിഭാഗം തലവനാണ് കമ്രാൻ. ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ ഉലച്ചിൽ തട്ടിയിരിക്കുന്ന സാഹചര്യത്തിലാണ് പ്രതികരണവുമായി പാകിസ്ഥാൻ എത്തിയത്. വീഡിയോയിലൂടെയായിരുന്നു കമ്രാന്റെ വാക്കുകൾ എത്തിയത്. ബംഗ്ലാദേശിന്റെ സ്വയംഭരണ അവകാശത്തിനു നേർക്ക് ഇന്ത്യ ആക്രമണം നടത്തുകയാണെങ്കിൽ ബംഗ്ലാദേശിന്റെ ആരെയെങ്കിലും ദുരുദ്ദേശത്തോടെ നോക്കാൻ ധൈര്യപ്പെട്ടാൽ ഓർത്തുകൊള്ളുക, പാകിസ്ഥാനിലെ ജനങ്ങളും പാകിസ്ഥാനി സായുധ സേനയും തങ്ങളുടെ മിസൈലുകളും അകലെയല്ല എന്നായിരുന്നു ഭീഷണി. ബംഗ്ലാദേശിനു മേൽ അഖണ്ഡ ഭാരത പ്രത്യയശാസ്ത്രം അടിച്ചേൽപ്പിക്കാൻ ഇന്ത്യ ശ്രമിക്കുകയാണ് എന്ന് ആരോപിച്ച കമ്രാൻ അത് പാകിസ്ഥാൻ ക്ഷമിക്കില്ലെന്നും കൂട്ടിച്ചേർത്തു. പാകിസ്ഥാൻ മുൻപ് ഇന്ത്യയെ ദുഷ്കരമായ സാഹചര്യത്തിലാക്കിയിട്ടുണ്ട് എന്നും ആവശ്യമെങ്കിൽ ഇനിയും അങ്ങനെ ചെയ്യുമെന്നുമാണ് ഭീഷണി. ബംഗ്ലാദേശും പാകിസ്ഥാനും സൈനിക സഖ്യം രൂപവൽക്കരിക്കുമെന്ന് ആവശ്യപ്പെട്ട കമ്രാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശിലും ബംഗ്ലാദേശ് പാകിസ്ഥാനിലും സൈനിക താവളങ്ങൾ സജ്ജമാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെയായാലും ഇനി ഒരു വട്ടം കൂടി ഇന്ത്യയെ തൊടാൻ പാകിസ്ഥാൻ തയ്യാറായാൽ ഇന്ത്യ പാകിസ്ഥാനെ തീർക്കും. പിന്നെ ഒരു സമാധാന ഇടപെടലും ഉണ്ടാകില്ല.